നമസ്കാരം, ഞാൻ സന്ധ്യ രഘുകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. ജാമ്യം തേടി ഹൈക്കോടതിയിലേക്ക്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് വേണ്ടി ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി പ്രതിഭാഗം. അഡ്വക്കേറ്റ് രാംകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി തുടർച്ചയായി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ. ജാമ്യഹർജി കോടതി ഉച്ചയോടെ പരിഗണിക്കും. അപേക്ഷയിൽ ഇന്ന് തന്നെ തീർപ്പുണ്ടാകാൻ സാധ്യതയില്ലെങ്കിലും വിഷയത്തിൽ പ്രാരംഭവാദത്തിന് കോടതി തുടക്കമിട്ടേക്കും. ദിലീപിനെതിരെയുള്ളത് പൾസർ സുനിയുടെ മൊഴി മാത്രമെന്ന പ്രതിഭാഗം. താരം അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ആയതിനാൽ ഇനിയും കസ്റ്റഡിയിൽ തുടരേണ്ട കാര്യമില്ല. അറസ്റ്റിലേക്ക് നയിച്ച 19 കാരണങ്ങളിൽ 8 മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടത്. ദിലീപ് ഉപയോഗിച്ച മൊബൈൽ ഫോൺ പരിശോധനയ്ക്കായി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും ജാമ്യഹർജിയിൽ പ്രതിഭാഗം. കേസിൽ തെളിവ് ശേഖരണം പുരോഗമിക്കവേ പൾസർ സുനിയുടെ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയുടെ ജൂനിയറായ രാജു ജോസഫിൽ നിന്ന് മെമ്മറി കാർഡ് കണ്ടെടുത്തതായി പോലീസ്. നിലവിൽ ദൃശ്യങ്ങളൊന്നുമില്ലാത്ത മെമ്മറി കാർഡിൽ നിന്ന് ഫയലുകൾ ഡിലീറ്റ് ചെയ്തതാണോ എന്ന് സംശയം. ഇക്കാര്യം വ്യക്തമാകാൻ ഫോറൻസിക് പരിശോധനയ്ക്കും നീക്കം. സ്വാശ്രയത്തിൽ സ്റ്റേ ഇല്ല. സ്വാശ്രയത്തിൽ സർക്കാരിന് ആശ്വാസം. മെഡിക്കൽ ഡെന്റൽ കോളേജുകളിലെ ഫീസ് ഘടന പുതുക്കി നിശ്ചയിച്ച സർക്കാർ ഓർഡിനൻസ് സ്റ്റേ ചെയ്യണമെന്ന മാനേജ്മെന്റുകളുടെ ആവശ്യം തള്ളി ഹൈക്കോടതി. പുതിയ ഫീസ് ഘടനയിൽ പ്രവേശനം നടത്താം. വസ്തുതകൾ വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തിയിരിക്കണമെന്നും കോടതി. പുതിയ ഉത്തരവ് സ്വാശ്രയ ഓർഡിനൻസ് പുറത്തിറക്കാൻ വൈകിയതിലെ കോടതി പരാമർശത്തിൽ സർക്കാർ കുറ്റസമ്മതം നടത്തിയതിന് പിന്നാലെ ജനറൽ സീറ്റിന് 5 ലക്ഷവും NRI ക്വാട്ടയിൽ ഫീസ് 20 ലക്ഷമായും തുടരും. ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മാനേജ്മെന്റുകൾ. കുഴഞ്ഞുമറിയുന്ന സമരം. സർക്കാരിന്റെയും ആശുപത്രി ഉടമകളുടെയും ഔദാര്യത്തിന് വഴങ്ങാതെ നഴ്സിംഗ് സംഘടനകൾ. സർക്കാർ നിർദ്ദേശിച്ച ശമ്പളം നൽകാമെന്ന ഉടമകളുടെ വാഗ്ദാനം സ്വീകരിക്കേണ്ടതില്ലെന്ന തീരുമാനം. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂരും കാസർഗോഡും സമരം. കണ്ണൂരിൽ നിരോധനാജ്ഞ. നഴ്സുമാരുടെ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 20,000 രൂപയെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായി യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. മുഖ്യമന്ത്രി വ്യാഴാഴ്ച വിളിച്ചിരിക്കുന്ന സമവായ ചർച്ചയിൽ പ്രതീക്ഷയെന്ന് UNAയും. തിരുവനന്തപുരത്തും കൊല്ലത്തും സമരം വേണ്ടെന്ന തീരുമാനവുമായി INAയും. അതേസമയം കണ്ണൂരിൽ നഴ്സുമാർ സമരം നേരിടാൻ സന്നാഹങ്ങളുമായി ജില്ലാ ഭരണകൂടം. നിരോധനാജ്ഞ ഏർപ്പെടുത്തിയ ജില്ലയിൽ നഴ്സുമാർ സമരത്തിലുള്ള ആശുപത്രികൾക്ക് പോലീസ് കാവൽ. അത്യാഹിത വിഭാഗങ്ങൾ മുടങ്ങാതിരിക്കാൻ നഴ്സിംഗ് വിദ്യാർത്ഥികളെ രംഗത്തിറക്കിയും പരീക്ഷണം. കാതോർത്ത് റെയ്സിന. പ്രണബ് മുഖർജിയുടെ പിൻഗാമിയായി റെയ്സിനയിലേക്ക് ആരെന്നതിൽ ഇന്ന് തീരുമാനം. 14ാം രാഷ്ട്രപതിക്കായി പാർലമെന്റിലും നിയമസഭകളിലും നിർണായക വിധിയെഴുത്ത്. രാംനാഥ് കോവിന്ദ് പ്രണബിന് പിൻഗാമിയാകുമെന്ന് ഉറപ്പെങ്കിലും പ്രതിപക്ഷ ആശങ്ക എത്ര ശതമാനം വോട്ട് മീരാകുമാറിന് പെട്ടിയിലാക്കാൻ കഴിയും എന്നതിൽ. രാജഗോപാലിന്റേതൊഴികെ കേരളത്തിന്റെ മുഴുവൻ വോട്ടും മീരാകുമാറിന്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശം 776 MPമാരും 4120 MLAമാരും അടങ്ങിയ ഇലക്ട്രൽ കോളേജിന്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് വോട്ടവകാശമില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ രാഷ്ട്രപതിയുടെ പേര് പ്രഖ്യാപിക്കുന്നത് 20-ന്. ചരിത്ര തിരഞ്ഞെടുപ്പെന്ന പ്രധാനമന്ത്രിയും സങ്കുചിത ചിന്തയ്ക്കെതിരായ പ്രതിപക്ഷ കൂട്ടായ്മയുടെ തുടക്കമെന്ന സോണിയാഗാന്ധിയും. പ്രഥമ പൗരനായുള്ള വിധിയെഴുത്ത് പുരോഗമിക്കവേ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കം. അന്തരിച്ച അംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തി സഭ ആദ്യ ദിനം പിരിയുക. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാതെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ട ഐക്യം പാർലമെന്റിലും തുടരാൻ പ്രതിപക്ഷ തീരുമാനം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.